സംസ്ഥാനത്ത് ലഹരി ഉപയോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം മാർച്ച് 24 നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്തിടെയായി വൻതോതിൽ ലഹരിമരുന്ന് പിടിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. അതിനിടെ ലഹരി വ്യാപനത്തിൽ ഗവർണർ DGPയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഉന്നതതല യോഗത്തിൽ പരിശോധിക്കും. ഇനി സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച തീരുമാനങ്ങളും യോഗത്തിൽ കൈക്കൊള്ളും. ലഹരി മാഫിയക്കെതിരെ പോലീസും എക്സൈസും സംയുക്തമായി നടത്താനിരിക്കുന്ന നീക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും എന്നാണ് വിവരം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡിന് സമഗ്ര പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. പോലീസ്, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായാണ് നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കുക. ADGP മനോജ് എബ്രഹാമിനാണ് ഇതിന്റെ ഏകോപന ചുമതല. ഇരു വകുപ്പുകളും ചേർന്ന് ലഹരി മാഫിയ സംഘത്തിന്റെ സമഗ്രമായ ഡാറ്റാബേസ് തയ്യാറാക്കും. എക്സൈസ് വകുപ്പിന് ആവശ്യമായ സൈബർ സഹായങ്ങളും മറ്റും പോലീസ് നൽകും. ശിക്ഷാ കാലാവധി തീർന്ന ലഹരി കേസ് പ്രതികൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വിൽപ്പന ഏകോപിപ്പിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരക്കാരെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കും. ജില്ലാ പോലീസ് മേധാവിമാരും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരും കൃത്യമായ ഇടവേളയിൽ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തും. മാത്രമല്ല, ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവെക്കാനും ധാരണയായിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബസ്സുകളിലും വാഹനങ്ങളിലും പോലീസും എക്സൈസും സംയുക്തമായി പരിശോധന നടത്തും. കോളേജ് ഹോസ്റ്റലിലടക്കം കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിലാണ് സംയുക്ത ഓപ്പറേഷന് പോലീസും എക്സൈസും തീരുമാനമെടുത്തത്. അതേസമയം ഇന്ന് കേരള പോലീസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങിലും മുഖ്യമന്ത്രി ലഹരിക്കെതിരെ സംസാരിച്ചു. അടുത്ത കാലത്തായി അനിയന്ത്രിതമായി പടരുന്ന ലഹരി മാഫിയ പ്രായലിംഗഭേദമില്ലാതെ സമൂഹത്തെ നശിപ്പിക്കുകയാണ് എന്നും സിന്തറ്റിക് ലഹരി മരുന്നുകൾ മനുഷ്യരല്ലാതാക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ പോലീസും എക്സൈസും ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. ഇവയെ ചെറുത്തു തോൽപ്പിക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണം. ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ പ്രാഥമിക ചുമതല എങ്കിലും ജനങ്ങൾ രക്ഷകരായാണ് പോലീസിനെ കാണുന്നതെന്നും അതിനനുസരിച്ചുള്ള ഉയർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ പുതിയ സേനാംഗങ്ങൾക്ക് ആകണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു.